ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ അനാമികനെ ഇറക്കി വിട്ടേൻ്റെ ദേഷ്യത്തിൽ നമ്മുടെ അനീനെ വന്നിട്ട് ജലജയും ചരകി കൂടിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ട, അവളെ മാത്രം നന്ദുവിനെ മാത്രമല്ല ഞാൻ ഈ ഇറങ്ങി പോയോളം വിളിച്ചുകൊണ്ടിരാൻ പോകണില്ല എന്ന് പറയും അവസാനം ദേഷ്യം വന്നിട്ട്. അപ്പോൾ നീ വിളിക്കണ്ട, ഞാൻ പോയി വിളിക്കുമെന്ന് പറയും. അപ്പോൾ ജലജ പറയണം, വിളിക്കണം ജാനകി. എന്നിട്ടുണ്ടെങ്കിൽ നീ എന്താടാ നീ പറയണേ, ഇവിടെ ഗോവിന്ദൻ്റെയും കനകയുടെയും മക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? അവളെപ്പോലെ പ്രതീക്ഷയോട് കൂടി കയറുവാൻ തന്നെയാണ് അനാമിക മോളും എന്ന് പറയട്ടെ. അവളുടെ പ്രതീക്ഷ മുഴുവൻ, അവളുടെ കണ്ണ് മുഴുവൻ ഇവിടുത്തെ സ്വത്തിലായിരുന്നു എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ജാനകി പറയുന്നുണ്ട്, അനാമിക മോള് തിരിച്ചു വന്നതിൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ അവൾക്ക് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അനി പറയും, കൊടുക്ക്, അമ്മ എന്ത് വേണമെങ്കിൽ കൊടുത്തോ, എന്നിട്ട് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മതി. എന്നിട്ട് അനി പറയണ്ട കേട്ടോ, ഇപ്പം മുത്തശ്ശനും കൂടി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നു, ഇനി നിയമപരമായിട്ടും കൂടി അമ്മ ഒന്ന് ഒഴിവാക്കിത്താ, എന്നെൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം കിട്ടും എന്ന് പറയേണ്ട കേട്ടോ. അപ്പോൾ ജാനകി ദേഷ്യം വന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ജലജ പറയേണ്ടേടാ, നിൻ്റെ ഇടത്തിണ്ടാക്കിയ പാലാണ് വലിയമ്മ കുടിച്ചത്, എന്നിട്ട് അവൾ നൈസായിട്ടത് അനാമിക മോളുടെ തലയിലിട്ടു. ഇപ്പോൾ അനാമിക മോള് മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരം തിരിച്ചു വരാമെന്ന് കണ്ടപ്പോൾ അവൾ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചു. ഇങ്ങനൊരു പഠിച്ച കളികൾ ഞാൻ കണ്ടിട്ടില്ലടാ എന്ന് പറയണ്ട കേട്ടോ ജലജ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏടത്തി ഈ കാര്യങ്ങളൊന്നും മുത്തശ്ശിയോടും പറയാൻ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ വല്യമ്മ ആശുപത്രി ആവാൻ്റെ കാരണം ഇതാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഈ നിമിഷമാണ് ഞാനിത് മനസ്സിലാക്കിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നോട് ഒന്നും പറഞ്ഞിട്ടല്ല, മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, ജാനകി പറയണ്ടേടാ, ഈ മറ്റുള്ളവരുടെ സംസാരത്തിൽ നീ മനസ്സിലാക്കിച്ചല്ലോ, അപ്പോൾ നീ കേൾക്കച്ചല്ലേ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിന്നെ വെച്ച് കളിക്കാൻ തന്നെയാണ്. അവസാനം അനി പറയണ്ട കേട്ടോ, ഏടത്തിൻ്റെ അമ്മ മനസ്സിലാക്കാനേ ഇനിയും കുറേ സമയമെടുക്കും, അതുകൊണ്ട് എനിക്ക് ഈ വായിട്ട് അളയ്ക്കാൻ താല്പര്യമില്ല, അമ്മയും അപ്പച്ചയും വേറെ പണി നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയും, ഞങ്ങൾ വേറെ പോയിക്കോളാം, ഞങ്ങൾ പണിയൊക്കെ നോക്കിക്കോളാം, പക്ഷേ ഞാൻ പറഞ്ഞത് നീ കുറിച്ചിട്ടോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആ നന്ദൂനെ ഇവിടെ കൊണ്ടുവരാമെന്ന് വിചാരിക്കേണ്ട. ഈ സമയം അനാമിക അച്ഛനും അമ്മയും കൂടി അവിടെ ചർച്ചയിലാണ് കേട്ടോ. അനാമിക ഇങ്ങനെ തേരപ്പാര നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട്, എന്തൊക്കെ മോഹിച്ചതാ, എല്ലാം പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ മോൾക്ക് സമ്മാനങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടി എല്ലാം പൊളിച്ചതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, അതെ കാര്യമൊക്കെ ശരി, എന്തൊക്കെ വന്നാലും നമുക്ക് അർഹിച്ചൊക്കെ നമുക്ക് തന്നെ കിട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അതിനെങ്ങനെയാ സിംഹത്തെ പോലെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ വല്ലതും നടക്കുമോ? ആനന്ദമൂർത്തി അടഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമെന്ന് കേട്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ അനാമിക. അതൊക്കെ ശരിയാ, പക്ഷേ നിയമപരമായിട്ട് നീ ഇപ്പോഴും അവിടുത്തെ ആനിയുടെ ഭാര്യയാണ്, അപ്പോൾ നിനക്ക് ആ തറവാട്ടിൽ കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയും, ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ എത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാം, ഇനിയിപ്പോൾ അതില്ലല്ലോ, പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം, നിനക്ക് ബുദ്ധിയില്ലാത്ത പെണ്ണാ, നീ ബുദ്ധിയുള്ള പെണ്ണായിരുന്നെങ്കിൽ എല്ലാം നടന്നേന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമിക പറയട്ടെ, ഇനിയിപ്പോൾ ഈ ഗ്യാപ്പിൽ അവൾ കയറി കൂട്ടുമെന്ന് എൻ്റെ പേടി, നന്ദു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആര് കയറി കൂടിയാലും എന്താണെന്ന് ചോദിക്കണ്ടേട്ടോ അമ്മ, ഒന്നും തടയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയും, ഇപ്പോഴും അനിയുടെ അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്, എന്തായാലും മുത്തശ്ശി ആദർശമൊക്കെ എതിരായോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ആരുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണ്ടേ കേട്ടോ. ഇനിയിപ്പോൾ ഒറ്റക്കൈ പ്രയോഗം നടത്തണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും മോളെ ഡിവോഴ്സ് ചെയ്യാണ്ട് അവന് വേറെ കെട്ടാനൊന്നും പറ്റില്ലല്ലോ, നീ അതിന് സമ്മതിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. എന്നിട്ട് പറയുന്നുണ്ട്, പിരിയണമെന്നുണ്ടെങ്കിൽ നല്ല കോമ്പൻസേഷൻ തരണം, ആ കുടുംബത്തുള്ളവരെ മൊത്തത്തിൽ വട്ടം കറക്കണം, അതിനെന്താ വഴിയെന്ന് ഞാൻ ആലോചിക്കണേന്ന് പറഞ്ഞിട്ട് അനാമിക ആലോചിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അബിയും ജലജയും കൂടിയിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അബി പറയേണ്ട, അമ്മേ ഇപ്പോൾ സൂക്ഷിച്ച് കളിച്ച് നമുക്ക് കടം പിടിക്കാമെന്ന് പറയുന്നുണ്ട്. അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്, അനാമിക ഉണ്ടല്ലോ ഒരു ബോംബ, അവളെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സ് കുത്തിയിളക്കണം, അപ്പോൾ നമുക്ക് പലതും സാധിക്കാം. അപ്പോൾ അഭി പറയണ്ട കേട്ടോ, ഞാൻ ഇപ്പം തന്നെ പോകാമേ, അവളെ പരമാവധി പറഞ്ഞ് ചൂട് പിടിപ്പിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു, ഇനി എനിക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ അവൾ ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ പറയേണ്ടത്, സൂക്ഷിച്ച് കളിക്കണം, ഇവിടെയുള്ളവരൊന്നും ആരും അറിയരുത്, നീ അതിൻ്റെ പിന്നിലെന്ന് പറയുന്നുണ്ട്. ആരും അറിയില്ല അമ്മേ, അങ്ങനെ അറിഞ്ഞ് എനിക്ക് തന്നെയല്ലേ അതിൻ്റെ കേട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 2 പെണ്ണുങ്ങളെ എൻ്റെ ടാർഗറ്റ് ഉള്ളത്, ഒന്ന് അനാമിക, മറ്റൊന്ന് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കണില്ലേ ആ നവ്യ, അവളുടെ മനസ്സിൽ ഞാൻ പരമാവധി വിഷം കുത്തിക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് ആദർശനെ കാണുമ്പോൾ ഇപ്പോഴും അവൾ വെറുക്കണത്. അപ്പം ജലജ പറയണ്ട കേട്ടോ, എനിക്ക് അത്ര പെട്ടെന്നൊന്നും നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല, അവൻ കെട്ടി താലി അവളുടെ കഴുത്തിലുള്ളത്, നിയമപരമായിട്ട് വിവാഹം കഴിച്ചതല്ലേ അവളേനെ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അവൾക്ക് അറിയാത്ത നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം അമ്മേ, പിന്നെ അവളുടെ അച്ഛൻ അയാളൊരു തുരപ്പനാ, അയാൾ അനന്തപുരിയിൽ സ്വത്ത് കണ്ടിട്ട് തന്നെ മകളെ ഇങ്ങോട്ട് വിട്ടത്, അതുകൊണ്ട് അയാൾ അനന്തപുരിയിലുള്ളവന് സ്വസ്ഥമായിട്ട് ജീവിക്കാനൊന്നും അയാൾ സമ്മതിക്കില്ല, ഞാൻ എന്തായാലും അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അബി. എന്നിട്ട് നേരെ അനാമികനെ കാണാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അനാമികയ്ക്ക് അറിയാലോ അവിടുത്തെ എൻ്റെ അവസ്ഥ, ഞാൻ ചെറുതായിട്ടൊന്ന് വാല് പൊക്കിയെന്ന് തോന്നിയാൽ അപ്പം എന്നെ തല്ലി തകർക്കും, അനിയക്ക് 3 ബ്രാഞ്ച് കൊടുത്തപ്പോൾ എനിക്ക് 1 ബ്രാഞ്ചാണ് കിട്ടിയത്, അഭിയേട്ടൻ്റെ കാര്യം വെച്ചിട്ട് എനിക്ക് വിഷമം തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അനാമിക. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്കെന്തായാലും തറവാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല, പക്ഷെ നീ അവിടെ നിന്ന് പുറത്ത് പോയാളാ, നിനക്ക് എന്തും ചെയ്യാൻ പറ്റും, നീ വിചാരിച്ചു കഴിഞ്ഞാൽ അനന്തപുരി തറവാടിൻ്റെ
നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ, അപ്പോൾ അവിടുത്തെ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അഭി പറയണ്ട കേട്ടോ, ഞാൻ ആദർശിന് സൗത്ത് ഇന്ത്യയിലത്തെ 1-2 ചാനലുകളുടെ നമ്പർ നിനക്ക് തരാം. നീ അവിടെ പോയി എല്ലാം വിളിച്ച് പറയണം. ആദർശിന് കല്യാണത്തിന് ഒരു കുഞ്ഞുണ്ടായിരുന്നെന്നും ആ കുഞ്ഞാണ് ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ചന്തമോളെന്നും ഒക്കെ വിളിച്ച് പറയണം. എന്തിനാണ് നമ്മൾ മാത്രം ടെൻഷൻ അടിക്കണത്, എല്ലാ വീട്ടിലുള്ള എല്ലാവരും നെട്ടോട്ടോടട്ടെ എന്ന് പറയണ്ട കേട്ടോ അനാമികയുടെ അടുത്ത്. വീഡിയോക്കാരി പ്രതികരിക്കാൻ തുടങ്ങിയ പിന്നെ നിനക്കും വല്ല രംഗത്തേക്ക് വരാം. ആദ്യം ചാനലിലെ വാർത്തയൊന്നും വരട്ടെ. പാരമ്പര്യമായിട്ടുള്ള ജ്വല്ലറി അല്ലേ മൂർത്തി ജ്വല്ലറി, അപ്പോൾ അവിടെ നിന്ന് സ്വർണം മേടിക്കാത്തൊരു വളരെ കുറവായിരിക്കും. നിനക്കതിന് കിട്ടിയ നല്ലൊരു ചാൻസ് അതെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ പറയണ്ട് താങ്ക് യു അബിയേട്ടാ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ആലോചന എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ആ കുടുംബത്തിന് എത്ര ആൾക്കാർക്ക് മുന്നേ എത്ര താറടിച്ച് കാണിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ചെയ്യും. എന്നിട്ട് അനാമിക പറയണ്ട കേട്ടോ, സോഷ്യൽ മീഡിയ അത്ര പ്രചാരത്തിലുള്ള കാലത്താണ് മൂർത്തിസ് ജ്വല്ലറി വളർന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. തെറ്റിൽ കുളിച്ച് നിൽക്കുന്ന ഒരാളാണ് മൂർത്തിസ് ജ്വല്ലറിയുടെ MD. അത് എല്ലാവരും അറിയട്ടെ. പിന്നെ ഒരുത്തിയുണ്ടല്ലോ നയന, അവളും നാണം കെടണം. അതിനാദ്യം അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള വാർത്തകൾ വരട്ടെ. അബിയേട്ടൻ ചാനൽക്കാരുടെ ഡീറ്റെയിൽസ് മാത്രം തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് പോണ്ട് കേട്ടോ അനാമിക. അപ്പോൾ അബി ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. ഈ സമയം നന്ദു ഫ്രണ്ട്സും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കേണ്ടത് നന്ദുവിൻ്റെ ഫ്രണ്ട്സും അനിയും കൂടിയിട്ട്. അപ്പോൾ അനിയോട് ചോദിക്കണം, എന്താടാ അനി, എന്താ വിഷയം, നിന്നെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടണില്ല, അതന്നെ പ്രശ്നം. അത് എൻ്റെ ഫോണും കൂടി അമ്മ മേടിച്ച് വെച്ചിരിക്കുകയെന്ന് പറയും. ഇതാണ് ഇത്ര വലിയ പ്രശ്നം, ഈ കാലത്ത് ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ, ഒരു വേറെ ഫോൺ മേടിച്ചാൽ പോരെ. വേറെ ഫോൺ മേടിക്കാം, പക്ഷേ ആ നമ്പർ നന്ദുവിനെ അറിയിക്കണ്ടേ. അതിനിപ്പോൾ എന്താ, നീ ഞങ്ങളുടെ ഫോണിൽ നിന്ന് അവളെ വിളിക്കേ, ചിലപ്പോൾ നിൻ്റെ കോളൊന്നും കാണാത്തതുകൊണ്ട് അവൾ വിഷമിച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് അവർ ചോദിക്കാനായിട്ട് അതിൻ്റെ അടുത്തേടാ, നിൻ്റെ അമ്മ ഇനി നിന്നെ വീട്ടു തലങ്കല്ലാക്കുമെന്ന്. അപ്പോൾ ഇവന് ജ്വല്ലറിക്കൊന്നും പോകണ്ടേന്ന് പറഞ്ഞു. ഇവന് ജ്വല്ലറി പോകണില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവൻ പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നും അറിയാം എന്ന് പറയേണ്ടിട്ട്. അപ്പോൾ അവർ ചോദിക്കേണ്ടടാ, നിൻ്റെ മുത്തച്ഛൻ അനാമികനെ പുറത്താക്കിയതല്ലേ, പിന്നെ നിൻ്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം. അതിന് നമ്മുടെ വിചാരം അനാമിക പറഞ്ഞതൊക്കെ സത്യം എന്നാ. ഞാനും ആദർശേട്ടനും കൂടിയിട്ട് നന്ദുവിനെ മനഃപൂർവ്വം വീട്ടിലേക്ക് കൊണ്ടുവരാൻ നാടകം കളിക്കുന്നു എന്നൊക്കെ അമ്മ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതിന് എത്ര പെട്ടെന്ന് കഴുകി കളയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്നാൽ ശരി, നീ എന്തായാലും വേണ്ടില്ല, നീ അവൾക്ക് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ട് അങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് മെസ്സേജ് കണ്ടപ്പോൾ എടുത്ത് നോക്കുമ്പോൾ പറയുന്നുണ്ട്, നന്ദു ഇത് ഞാൻ എൻ്റെ ഫോൺ അമ്മ മേടിച്ച് വെച്ചിരിക്കുക. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അനാമികനെ മുത്തച്ഛൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല, നമ്മുടെ റൂട്ട് ക്ലിയറാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ചെറുതായിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പാവം ഇതുകൊണ്ടാണ് അപ്പോൾ അവനെ വിളിക്കാതെയും മെസ്സേജ് അയക്കാതെയൊക്കെ ഇരുന്നല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദൂട്ടെ. ഈ സമയം മുത്തച്ഛനും അവിടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഈ നന്ദൂൻ്റെയും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആദർശനോട് ചോദിക്കുന്നത്, നീ എന്താ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് മുന്നേ പറയാതിരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ മുത്തച്ഛ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, നയനമോളും നീയും തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും തെറ്റായ രീതിയിൽ പരസ്പരം ദ്രോഹിക്കാനായിട്ട് നടന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ നടന്നിരുന്നെങ്കിൽ ആ ബന്ധം പിരിയാൻ ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഇവളുടെ ഇതൊക്കെ കണ്ടിട്ട് ഇനി ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അനാമികയുടെ വീഡിയോ കണ്ടിട്ടാണ്. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അവളുടെ അമ്മയും കൂടിയിട്ട് പാലിൽ വിഷം കലർത്തി തറിഞ്ഞപ്പോൾ തന്നെ അവളുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല അവളെ മനസ്സിൽ നിന്ന് പോലും ഞാൻ പുറത്താക്കി എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു അവളുടെ അമ്മയും അത്ര ശരിയുള്ള ആൾക്കാരല്ലെന്ന്. പിന്നെ ഞാനും നമ്മുടെ കൊച്ചുമോനല്ലേ, അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇദ്ദേഹത്തെ ചൂടുപിടിപ്പിക്കാതിരുന്നേ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ്റെ അടുത്ത്, അപ്പോൾ നീ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. അയ്യോ ഇല്ലില്ല, ഇതെന്നെ കാണിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അവളുടെ കൂടെ ജീവിക്കായിരുന്നെങ്കിൽ നമ്മുടെ എനിക്ക് കുറേ തിരിച്ചടികൾ സഹിക്കേണ്ടി വരുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇത്തരം ആൺകുട്ടികളെ കൊല്ലാൻ വരെ മടിക്കില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാം, അത് ശരിയാ, ഇപ്പോൾ സ്നേഹിച്ച പയ്യന്മാരെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലുന്ന പിള്ളേരുടെ കാലമല്ലേ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ആണോ പെണ്ണോ ക്രിമിനലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയും, പക്ഷേ അനാമികയ്ക്ക് നമ്മുടെ കുടുംബത്തിലെ രഹസ്യങ്ങളൊക്കെ അറിയാം, അത് അവൾ പുറലോകത്ത് പറയുന്ന പേടി എന്ന് പറയുന്നുണ്ട്. പറയണമെങ്കിൽ പറയട്ടെ മോളെ, പലരും പുറത്തുള്ളവരെ ഭയന്ന് ജീവിക്കണേ, പുറത്തുള്ളവർ അറിയാമെന്ന് വിചാരിച്ചിട്ട് കുടുംബത്തെ കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വയ്ക്കും, എന്നിട്ട് ഒരു കാലത്ത് അറിയുകയും ചെയ്യും. എന്നിട്ട് മുത്തശ്ശി ആദർശനോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ അനാമികയും തമ്മിൽ ജീവിതം തുടങ്ങണ്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ച് നന്നായി. പക്ഷേ ആദർശേ, ഇനി നിൻ്റെ അനിയനൊരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ അത് നന്നായി ആലോചിച്ചിട്ട് വേണം. പെൺകുട്ടിയെക്കുറിച്ച് പഠിക്കണതിൻ്റെ മുന്നേ അവരുടെ വീട്ടുകാരെ കുറിച്ച് പഠിക്കണം, അച്ഛനും അമ്മയും ബന്ധുക്കളെയും. നല്ല അച്ഛനും അമ്മയും ബന്ധുക്കളും ഇല്ലാത്ത കുട്ടികളൊക്കെ വഴിതെറ്റി പോകും. അങ്ങനെ ഒരു ചതി ഇനി നിൻ്റെ അനിയനുണ്ടാവരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നയനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാന്തൂട്ടനാണെങ്കിൽ കണ്ണാടിന് മുന്നിൽ പോയി നിന്ന് സ്വയം സംസാരിക്കാനായിട്ടോ മനസാക്ഷിയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മനസാക്ഷി പറയുന്നുണ്ട്, നീ കുറച്ച് സമയത്തേക്ക് അനിയുടെ കോളും മെസ്സേജും കണ്ടില്ല വെച്ചപ്പോൾ നീ എത്രമാത്രം വിഷമിച്ചു. അതിൻ്റെ അർത്ഥം നിനക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറി കൂടിയതാ, ഇനിയൊരാളങ്ങനെ കയറി കൂടുന്നു തോന്നുന്നില്ല.
പക്ഷേ എല്ലാവരും എതിരാണല്ലോ, ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഒന്നിക്കും? എന്നിട്ട് കാത്തിരിക്കാമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ സ്വയം പറയുന്നുണ്ട്, അതെ കാത്തിരിക്കാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഗോവിന്ദനും കനകന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതേ ഗോവിന്ദേട്ടാ, അനാമികേനെ അവിടെ നിന്ന് പുറത്താക്കി എന്നാ പറഞ്ഞേ, അതും മൂർത്തി സാർ തന്നെ പുറത്താക്കി ഇത്രേ പറയും. അപ്പോൾ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണത് ജലജാബിയ. അങ്ങനെ ഒരു ഇടത്തേക്കാണ് അനാമിക പോലെ എടുത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒഴിഞ്ഞു പോയി നന്നായി എന്ന് ഞാൻ പറയൂ. അപ്പോൾ കനക പറയണ്ട കേട്ടോ, എന്തായാലും അനാമികയും അനിയും തമ്മിൽ യോജിച്ചു പോകുമെന്ന് തോന്നണില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനി നന്ദുമായിട്ട് അടുക്കാനുള്ള ചാൻസ് കൂടുതലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ഇത് പുറത്തേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ, മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഒന്ന് രണ്ട് നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ട്, ഒക്കുവാണെങ്കിൽ നമുക്കത് വേഗം നടത്താം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഗോവിന്ദേട്ടാ, ഞാൻ 2-3 പയ്യന്മാരുടെ ജാതകം അവളുടെ ജാതകം ജോത്സ്യരുടെ അടുത്തേക്കൊന്ന് പോയതാ, ഒന്നും അങ്ങോട്ട് വെക്കണില്ല. അത് മാത്രമല്ല ആ ജോലിച്ചിട്ട് പറയാം, നന്ദുൻ്റെ ജാതകം നോക്കിയിട്ട് നന്ദു സ്നേഹിച്ച അതിന് മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, ഇനിയിപ്പോൾ അതൊന്നും ആരോടും പറഞ്ഞ് നടക്കണ്ട എന്ന് പറയും. അപ്പോൾ അമ്മ പറയണ്ടേ, ഞാൻ പറഞ്ഞു ആ പയ്യനെ അവളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്ദുട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ ജോലിച്ചും പറയാതെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്താണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ജോലിച്ച് എന്നോട് തർക്കിക്കുക. ജോലിച്ചും പറഞ്ഞത് എന്താണെന്നറിയോ, രണ്ടുപേരും മനസ്സുകൊണ്ട് ഒന്നായിന്ന്. ഇനി അവളുടെ മനസ്സിന്ന് അവനെ പറിച്ചറിയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, പിന്നെ ജാതകം നോക്കിയിട്ടാണ് അപ്പോൾ നയനമോളും ആദർശം തമ്മിൽ കല്യാണം കഴിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലേ, കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടല്ലേ അവിടെ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്ന് ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ജാതകം നോക്കിയല്ലോ, ജോത്സ്യർ പറയും ഇത്രയും പൊരുത്തുള്ള ജാതകങ്ങൾ വേറെ ഇല്ല എന്നാ, പക്ഷേ ഇത്തിരി പൊരുത്തക്കേടുള്ളത് അവയുടെയും ജാതകത്തിൽ മാത്രമാണ്. പക്ഷേ ഗോവിന്ദേട്ടാ, അവൾ അനിയനെ മാത്രമേ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ, അനി അങ്ങനെ തന്നെയാണ് എന്ന് ജോത്സ്യർ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അനാമികനെ സ്നേഹിച്ചിട്ടില്ലെന്നല്ലേ, അത് ശരിയായിരിക്കുമല്ലോ ഗോവിന്ദേട്ടാ, അവന് കല്യാണം വേണ്ട എന്ന് നിൽക്കണ പയ്യനെയല്ലേ എല്ലാവരും കൂടിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്.